കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ കേരളം വീണ്ടും കേന്ദ്രത്തെ സമീപിക്കും. തീരുമാനം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയക്കും. വർഷാവസാന ചെലവുകൾക്കുള്ള തുക കണ്ടെത്താൻ ബദൽ മാർഗങ്ങൾ തേടാനും ധനകാര്യ വകുപ്പ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചെലവ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. 20,000 കോടി രൂപയെങ്കിലും ഈ മാസങ്ങളിലെ ചെലവിനായി വേണ്ടിവരും. ഇതിനിടയിലാണ് കടമെടുക്കാനുള്ള പരിധിയിൽ 5,600 കോടി കേന്ദ്രം വെട്ടിക്കുറച്ചത്. ഇതോടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സ്ഥിതിയായി. സംസ്ഥാനത്തിന്റെ തനതു വരുമാനം കഴിഞ്ഞും 10,000 കോടിയെങ്കിലും അധികമായി കണ്ടെത്തണം. പദ്ധതികൾക്ക് പുറമെ വർഷാവസാന ചെലവുകൾ, ക്ഷേമ പെൻഷനുകൾ, കരാറുകാർക്ക് നൽകാനുള്ള കുടിശ്ശിക, ഗ്രാന്റുകൾ എന്നിവയ്ക്കുള്ള തുക കണ്ടെത്തണം. ശമ്പളവും പെൻഷനും നൽകാനായി 6,000 കോടി രൂപ വേണ്ടിവരും. കൂടാതെ പ്രാദേശികമായ ആസൂത്രണത്തെയും പ്രതിസന്ധി ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് തുക കണ്ടെത്താനായി ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ സംസ്ഥാനം നീക്കം തുടങ്ങിയത്. പദ്ധതികൾക്ക് മുൻഗണന നിശ്ചയിക്കും. ശമ്പളവും പെൻഷനും നൽകാനുള്ള തുക കണ്ടെത്തുന്നതിന് പ്രാധാന്യം നൽകാനാണ് തീരുമാനം. അടിയന്തര സാഹചര്യമുണ്ടായാൽ ക്ഷേമനിധി ബോർഡുകളെയും സഹകരണ ബാങ്കുകളെയും ആശ്രയിക്കാനും നീക്കമുണ്ട്. 24 തിരുവനന്തപുരം.